എല്ലാവരും ഒരു വലിയ ഡിസാസ്റ്റർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് vs സിറ്റി മത്സരം കണ്ടിട്ടുണ്ടാകുക. ആ ഒരു ബെർണാബ്യൂവിൽ വെച്ചിട്ട് സിറ്റി റയലിനെ 5, 4, 6, 8, 10 ഗോളിന് തൂക്കി എറിയുന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് പല മാഡ്രിഡിസ്റ്റാസ് അടക്കമുള്ള ഈ ഒരു ഫാൻസ് കളി കണ്ടിട്ടുണ്ടാകുക. പക്ഷെ നമ്മൾ ചിന്തിച്ചതിലുപരി വേറെ എന്തൊക്കെയാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എക്സ്പെഷ്യലി ഈ ഒരു പെപ് ഗാർഡിയോളൻ്റെ ആ ഒരു ഫസ്റ്റ് 11 കണ്ടപ്പോൾ തന്നെ ചില സിറ്റി ഫാൻസിനൊക്കെ എന്താ നടക്കാൻ പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ റയലിനെ സംബന്ധിച്ചിടത്തോളം റയൽ ഓൾറെഡി ഔട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വ്ളോഗേഴ്സ് അടക്കം പല ഫേമസ് ന്യൂസ് ചാനൽസ് അടക്കം അതുപോലെ തന്നെ കുറേ യൂറോപ്യൻ മാധ്യമങ്ങളടക്കം ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റയലിന് ഈ ഒരു റൗണ്ട് ഓഫ് 60 കടക്കാൻ ഇപ്രാവശ്യം കഴിയില്ല എന്നുള്ള ഒരു സംഭവം. പക്ഷേ ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അവിടെ ഒരു മിറാക്കിൾ സംഭവിച്ചു. ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റയലിന് എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മിറാക്കിൾ നടക്കുക എന്നുള്ളതാണ്, ഒരു അത്ഭുതം സംഭവിക്കുക എന്നുള്ളതാണ്. അതവിടെ സംഭവിച്ചു. ആ ഒരു വാൽവർദെ അവിടെ ഒരു ഹാട്രിക്ക് നേടിയാണ്ട് വാൽവർദേൻ്റെ കരിയറിൽ തന്നെ ആ ഒരു ഫസ്റ്റ് ഹാട്രിക്കാണ്, അത് സിറ്റിക്കെതിരെ. അത്രയും മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു വാൽവർദെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്പം വാൽവർദേൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസോടാണ് റയൽ കളി ജയിച്ചത് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ഗ്രൗണ്ടിലുള്ള 11 ആൾക്കാരും ഇൻക്ലൂഡിങ് കോർട്ടോയ്സ് അടക്കം മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ഇഞ്ചറി ക്രൈസിസ് നിന്ന് റയലിനെ രക്ഷിച്ച കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും ബെഞ്ചിൽ കാണുന്ന പ്ലേയേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ അക്കാഡമി പ്രൊഡക്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ നമ്മൾ ആദ്യം എടുത്തു നോക്കുകയാണെങ്കിൽ തിയാഗോ പിട്രാച്ചാണ്. ഈ ഒരു തിയാഗോ പിട്രാച്ചിനെ ഈ ഒരു ഫസ്റ്റ് 11ലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ, അതായത് സിറ്റിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ UCL ഒരു ഫസ്റ്റ് 11ൽ കൊടുക്കാനുള്ള അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു കളിക്ക് മുന്നേ അങ്ങനെ വിവാദങ്ങൾ വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടെ നിൽക്കട്ടെ. പിന്നുള്ളത് മെൻഡിയാണ്. ഫെർലാൻ മെൻഡിക്ക് നമുക്കറിയാം ഈ ഒരു 23 സീസണിന് ശേഷം ഈ ഒരു അത്ര കൺസിസ്റ്റൻ്റ് അല്ല മൂപ്പര്. അതായത് 2, 3, 4 മത്സരങ്ങൾ കളിക്കും, അതിന് ശേഷം ഒരു ഇഞ്ചുറി വരും. അതായത് നമുക്ക് അത്ര റിലയബിൾ അല്ല ഫെർലാൻ മെൻഡി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ പെർഫെക്റ്റ് ഫിറ്റാണ്. അതായത് നമ്മൾ മിക്ക ഈ ഒരു ഇതിൽ തന്നെ ഒരു ഇതുണ്ട്. അതായത് സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം വരുമ്പോൾ അതിൽ ഫെർലാൻ മെൻഡി റയലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതൊക്കെ റയൽ ജയിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ റയൽ മാഡ്രിഡ് ആ ഒരു കര കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ഡിസംബറിൽ നടന്നതിലാണെന്നുണ്ടെങ്കിൽ ഫെർലാൻ മെൻഡി ഇല്ലായിരുന്നു. പക്ഷേ സിറ്റിൻ്റെ അറ്റാക്കൊക്കെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് വിങ്ങിലാണ്, അത് നമ്മൾ കണ്ടു. പക്ഷെ അതിനെ റയൽ മറികടന്നതെന്ന് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഫസ്റ്റ് ഹാഫിൽ മാത്രമാണ് മെൻഡി ഉണ്ടായിരുന്നത്. പക്ഷേ മെൻഡിനെ മറികടന്ന് പോകാൻ അവിടെ ഒരൊറ്റ സിറ്റി പ്ലെയറിന് പോലും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു വിങ്ങിൽ 3 സിറ്റി വിങ്ങർമാരുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബെർണാഡോ സിൽവയും അതുപോലെ തന്നെ സാവീനിയോ, പിന്നെ വേറെ ഏതൊരു പ്ലെയറും പാടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടെ ഒന്നും നേടാൻ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ സിറ്റിക്ക് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു റൈറ്റ് വിങ് വഴിയാണ്. പക്ഷേ അവിടെയും ഈ ഒരു അർണോൾഡിനെ ബീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അർണോൾഡ് അത്ര മികച്ച ഡിഫൻഡറൊന്നും അല്ല നമുക്കറിയാം. പക്ഷേ അർണോൾഡിൻ്റെ ആ ഒരു ബാക്കിയില്ല അറ്റാക്കിംഗ്ലി അർണോൾഡ് ആ ഒരു പതിവ് പെർഫോമൻസ്, അതായത് യൂഷ്വൽ അർണോൾഡ് ചെയ്യുന്നത് എന്താണോ അതവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡോക്യുവിൻ്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത് ഡോക്യു അത്ര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. നമുക്കറിയാം ആ ഒരു എങ്ങോട്ടാണ് മൂവ്മെൻ്റ് ഒന്നും അറിയില്ല. പക്ഷേ റയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വാൽവർദയും അതുപോലെ തന്നെ മിക്ക ടൈമിലും തിയാഗോ പിട്രാച്ചും ഉണ്ടാകും മൂപ്പരപ്പം. അങ്ങനെ ഈ ഒരു 3 പേരടങ്ങുന്ന ഒരു സ്ക്വാഡ് ആയിക്കാണ്ട് വട്ടത്തിലിട്ടുകൊണ്ടായിരുന്നു ഡോക്യുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു, അത് നല്ലൊരു രസമായി കാഴ്ച ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫ്രാങ്കാസി വന്നു. ആ ഒരു ലെഫ്റ്റ് ബാക്ക് കുറേ പതറൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂപ്പര് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കാഡമി പ്രൊഡക്റ്റാണ് തിയാഗോ പിട്രാച്ച്. ഇയാളെ ഞാൻ പറഞ്ഞല്ലോ കുറേ വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. പക്ഷേ ഈ ഒരു കളിയിലാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന സംഭവം അവിടെ നടന്നിട്ടുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ബാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ മൂപ്പര് പക്ക പെർഫെക്റ്റ് എങ്ങാണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണോ ഏത് തരത്തിലുള്ളൊരു മിഡ്ഫീൽഡറിനെയാണോ റയലിന് ആവശ്യം അത്തരത്തിലുള്ളൊരു മിഡ്ഫീൽഡറാണ് താനെന്ന് മൂപ്പര് പറയുന്ന ഒരു അവസ്ഥ. അത്രയും മികച്ചൊരു പെർഫോമൻസ് ആ ബാക്കിയുള്ള ഇൻസിഡൻ്റൊക്കെ കഴിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ കോർട്ടോയ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ സേവ് ചെയ്തിട്ട് മൂപ്പര് ആ ഒരു ചെക്കൻ്റെ കരിയർ സേവ് ചെയ്യണ വഴിക്കായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഞാൻ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 സീസണായിട്ട് ഈ സീസണും കഴിഞ്ഞ സീസണായിട്ടും റയൽ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സീസൺസും നല്ലതൊന്നും ഈ സീസണാണെന്നുണ്ടെങ്കിലും അത്ര പ്രഡിക്റ്റബിളൊന്നും അല്ല. ചിലപ്പം റൗണ്ട് ഓഫ് 16 ഇനി വരാൻ പോകുന്ന ലെഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ക്വാർട്ടർ ഫൈനലിൽ പോയിട്ട് ബയൺ മ്യൂണിക്കിനെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത്ര നമുക്ക് എത്രത്തോളം ഇത് മുന്നിക്ക് പോകുമെന്ന് അറിയില്ല. ചിലപ്പോൾ മുന്നിക്ക് പോകുന്നത് കാരണം ഇത് റയൽ മാഡ്രിഡാണ്. പക്ഷേ 2024 ആ ഒരു ഫോം ഉണ്ടല്ലോ,
അന്നും ഇതേമാതിരിക്കത്തെ മാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു RB ലൈപ്സിങ്ങിനോടൊക്കെ ഉള്ള മാച്ചസൊക്കെ കഷ്ടിച്ചാണ് റയൽ ജയിച്ചതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു ഫോമിലേക്ക്, അതായത് വാൽവർദേൻ്റെ രണ്ടാമത്തെ ഗോളൊക്കെ അടിച്ചപ്പോൾ ആ ഒരു ആൻസിലോട്ടിൻ്റെ ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും പല ആൾക്കാർക്കും. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഈ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഫീലായി ആ സംഭവമൊക്കെ. അപ്പം ഇതൊക്കെയാണ് ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിലിനി അപ്പ് ഫ്രണ്ടിൽ നമ്മൾ പറയാത്തൊരു പ്ലെയർ എന്ന് പറയുന്നത് ഈ ഒരു വാൽവർദെ മാത്രമാണ്. വാൽവർദെ എല്ലാ മത്സരത്തിലും ഈ ഒരു പെർഫോമൻസ് റയലിന് വേണ്ടി കാഴ്ചവെക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇത് ഇത്ര ഹിറ്റാകാൻ കാരണം എന്താണ്? മൂപ്പര് ഒരു ഹാട്രിക്ക് അടിച്ചു. ആ ഒരു ഹാട്രിക്ക് അതും ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചിൽ മൂപ്പര് അത്രയും ആ ഒരു ക്യാപ്റ്റൻ ആൻഡ് ബാൻഡ് അണിഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത്. അതിനുള്ള അർഹത ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് മൂപ്പർക്കുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ലീഗ് മാച്ചസിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റിക്കെതിരെയുള്ള മാച്ചിലാണെന്നുണ്ടെങ്കിലും വാൽവർദെ ഉള്ളതുകൊണ്ട് മാത്രമാണ് റയലിനൊരു വിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മാച്ചസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വാൽവർദെ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടും ഈ ഒരു റയലിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു തന്നെയാണ്. കാരണം വാൽവർദെ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന് വലിയ ഇഞ്ചുറീസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റിലയബിളാണ്, മികച്ചൊരു പ്ലെയറാണ്. ഇപ്പോൾ 2018 ഈ ഒരു കോർട്ടോയ്സിന് വിനീഷ്യസ് ജൂനിയറിനെയും അതുപോലെ തന്നെ വാൽവർദേനെയൊക്കെ കൊടുക്കുന്നത്. അതും തുച്ഛമായ തുകക്കാണ് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അത് റയലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആ ഒരു മത്സരത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ.